ഹായ്, എല്ലാവർക്കും നമസ്കാരം. ചിന്തിച്ചു നോക്കൂ, അന്യഗ്രഹജീവികളാണോ എന്ന് തോന്നിപ്പോകുന്ന തരം ദേവദൂതന്മാർ. പിന്നെ ഉണങ്ങിയ അസ്ഥികൾക്ക് ജീവൻ വെക്കുന്നത്. ഇതൊന്നും ഒരു സയൻസ് ഫിക്ഷൻ സിനിമയല്ല കേട്ടോ. ഇത് ബൈബിളിലെ തന്നെ ഏറ്റവും വിചിത്രവും അതേസമയം ശക്തവുമായ പുസ്തകങ്ങളിലൊന്നാണ്, യെഹെസ്കേലിന്റെ പുസ്തകം. അപ്പോൾ ഇന്ന് നമ്മൾ ഈ പുസ്തകത്തിന്റെ ഉള്ളറകളിലേക്ക്, അതിലെ അത്ഭുതപ്പെടുത്തുന്ന ദർശനങ്ങളിലേക്കും കഠിനമായ ന്യായവിധിയിലേക്കും ഒടുവിൽ വലിയ പ്രത്യാശയിലേക്കും ഒന്ന് ഇറങ്ങിച്ചെല്ലാൻ പോവുകയാണ്. അപ്പോൾ ഈ പുസ്തകം തുടങ്ങുന്നത് തന്നെ വളരെ അപ്രതീക്ഷിതമായ ഒരിടത്താണ്. ഒരു വിശുദ്ധ നഗരത്തിലോ ദേവാലയത്തിലോ ഒന്നുമല്ല, മറിച്ച് പ്രതീക്ഷയെല്ലാം നഷ്ടപ്പെട്ട പ്രവാസ ജീവിതത്തിനിടയിലാണ്. ബാബിലോണിലെ കേബാർ നദിക്കരയിൽ. അവിടെ തന്റെ ജനത്തിന്റെ ദുരിതത്തിൽ പങ്കുചേരുമ്പോൾ യെഹെസ്കേലെന്നു പേരുള്ളൊരു പ്രവാചകന് ആകാശത്തുനിന്ന് ഭയപ്പെടുത്തുന്ന, അതേസമയം വിശ്വസിക്കാൻ കഴിയാത്തൊരു ദർശനം കിട്ടുന്നു. അപ്പോൾ ഈ പുസ്തകത്തിലൂടെ നമ്മൾ എങ്ങനെയാണ് മുന്നോട്ടു പോകുന്നതെന്ന് നോക്കാം. ആദ്യം നമ്മൾ കാണുന്നത് ആ ഞെട്ടിക്കുന്ന ദൈവിക ദർശനത്തെക്കുറിച്ചാണ്. പിന്നെ ഒരു തെരുവുനാടകം പോലെ അദ്ദേഹം നടത്തിയ പ്രവചനങ്ങളെപ്പറ്റി സംസാരിക്കും. അതിനുശേഷം ന്യായവിധിയിൽ നിന്ന് ഒരു പുതിയ ഹൃദയത്തിലേക്കുള്ള മാറ്റം. തുടർന്ന് ആ വളരെ പ്രശസ്തമായ ഉണങ്ങിയ അസ്ഥികളുടെ താഴ്വരയിലെ പുനർജന്മം. ഒടുവിൽ ഭാവിക്കായി നൽകുന്ന ഒരു രൂപരേഖ. അപ്പോൾ നമുക്ക് തുടങ്ങാമല്ലേ? ശരി, അപ്പോൾ നമുക്ക് ആദ്യത്തെ ഭാഗത്തേക്ക് കടക്കാം. യെഹെസ്കേലിനെ ഒരു പ്രവാചകനായി മാറ്റിയ, അദ്ദേഹത്തെ ശരിക്കും ഭയപ്പെടുത്തി കളഞ്ഞ ആ ദൈവിക മഹത്വത്തിന്റെ കാഴ്ച എന്തായിരുന്നു? നമുക്ക് വിശദമായിട്ട് നോക്കാം. അപ്പോൾ കഥ തുടങ്ങുന്നത് പ്രവാസ ജീവിതത്തിന്റെ 5ാമത്തെ വർഷത്തിലാണ്. ഒന്ന് ആലോചിച്ച് നോക്കിയേ. സ്വന്തം നാടും വീടുമെല്ലാം നഷ്ടപ്പെട്ട് ബാബിലോണിൽ പ്രവാസികളായി കഴിയുന്നൊരു ജനത. അവരുടെ ആഴത്തിലുള്ള നിരാശയും വേദനയുമാണ് യഥാർത്ഥത്തിൽ ഈ ദർശനത്തിന്റെയൊക്കെ പശ്ചാത്തലം. അങ്ങനെയിരിക്കെ പെട്ടെന്നാണ് ഒരു വലിയ ചുഴലിക്കാറ്റും ആളിക്കത്തുന്ന തീയും പ്രത്യക്ഷപ്പെടുന്നത്. അതിൽ നിന്ന് നമ്മളെ അത്ഭുതപ്പെടുത്തുന്ന 4 ജീവികൾ മുന്നോട്ട് വരുന്നു. ഓരോന്നിനും 4 മുഖങ്ങൾ. മനുഷ്യൻ്റേത്, സിംഹത്തിൻ്റേത്, കാളയുടേത്, പിന്നെ കഴുകൻ്റേത്. ഇത് കാണുമ്പോൾ ഭൂമിയിലെ എല്ലാ സൃഷ്ടികളെയും പ്രതിനിധീകരിക്കുന്ന ഒന്നാണോ ഇത് എന്ന് തോന്നിപ്പോകും. പക്ഷെ തീർന്നില്ല. ഈ ജീവികളോടൊപ്പം തന്നെ ഭീമാകാരമായ ചക്രങ്ങളുമുണ്ട്. വെറും ചക്രങ്ങളല്ല, നിറയെ കണ്ണുകളുള്ള, ഒന്നിനുള്ളിൽ മറ്റൊന്ന് എന്ന രീതിയിലുള്ള ചക്രങ്ങൾ. ഈ ജീവികൾ എങ്ങോട്ട് പോകുന്നോ അങ്ങോട്ട് ഒരുമിച്ച് തികഞ്ഞ താളത്തിൽ ഈ ചക്രങ്ങളും നീങ്ങിക്കൊണ്ടിരിക്കുന്നു. ഒന്നോർത്തു നോക്കൂ, എപ്പോഴും ചലിക്കുന്ന, എല്ലാം കാണുന്ന ഈ ഭയപ്പെടുത്തുന്ന ദൈവിക സിംഹാസനത്തിന്റെ കാഴ്ച. ഇത് കണ്ട യെഹെസ്കേൽ ശരിക്കും പേടിച്ചു വിറച്ച് മുഖം നിലത്ത് കുത്തി വീണുപോയി. ഈ ഒരു മഹത്വത്തിന് മുന്നിൽ വെച്ചാണ് അദ്ദേഹത്തിന് ഒരു പ്രവാചകനായി മാറാനുള്ള വിളി ലഭിക്കുന്നത്. അപ്പോൾ യെഹെസ്കേലിൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ, അദ്ദേഹം തൻ്റെ പ്രവചനങ്ങൾ വെറുതെ പറയാൻ മാത്രമല്ല ചെയ്യുന്നത്. പകരം വളരെ വിചിത്രമായ ചില പ്രവൃത്തികളിലൂടെ ഒരുതരം പെർഫോമൻസ് ആർട്ട് പോലെ അത് ജനങ്ങളുടെ മുന്നിൽ അവതരിപ്പിക്കുകയാണ്. ഉദാഹരണത്തിന്, അദ്ദേഹം തൻ്റെ തലയും താടിയും വടിച്ച് ആ മുടി 3ആയിട്ട് ഭാഗിച്ചു. എന്നിട്ട് അതിലൊരു ഭാഗം നഗരത്തിലിട്ട് കത്തിച്ചു, അടുത്ത ഭാഗം വാളുകൊണ്ട് വെട്ടി, അവസാനത്തെ ഭാഗം കാറ്റിൽ പറത്തിക്കളഞ്ഞു. യഥാർത്ഥത്തിൽ ഇത് യെരുശലേം നിവാസികളുടെ ഭാവിയുടെ ഒരു പ്രതീകമായിരുന്നു. ക്ഷാമം, യുദ്ധം, പിന്നെ പ്രവാസം. ഇതുപോലുള്ള പ്രവൃത്തികൾ ഒരുതരം തെരുവുനാടകം തന്നെയായിരുന്നു, അല്ലേ? വരാനിരിക്കുന്ന നാശത്തെക്കുറിച്ചുള്ള മുന്നറിയിപ്പുകൾ വെറും വാക്കുകളായി ഒതുങ്ങാതെ ആളുകൾക്ക് നേരിട്ട് കാണാനും ഭയക്കാനും വേണ്ടിയായിരുന്നു ഇത്. വേറൊരിക്കൽ അദ്ദേഹം യെരുശലേം ഉപരോധിക്കുന്നതിൻ്റെ ഒരു ചെറിയ മോഡലുണ്ടാക്കിയിട്ട് 1 വർഷത്തിൽ കൂടുതൽ അതിനടുത്ത് ഒരേ കിടപ്പ് കിടന്നു. തൻ്റെ വാക്കുകൾക്ക് ചെവികൊടുക്കാത്ത ജനങ്ങൾക്ക് കാര്യത്തിന്റെ ഗൗരവം മനസ്സിലാക്കി കൊടുക്കാനുള്ള ഒരു വഴിയായിരുന്നു ഇത്. യെരുശലേമിന്റെ പതനത്തോടെ യെഹെസ്കേലിന്റെ പ്രവചനങ്ങളെല്ലാം സത്യമായി. അതോടെ ഈ പുസ്തകത്തിന്റെ സ്വരത്തിൽ വലിയൊരു മാറ്റം വരികയാണ്. ഇതുവരെ പറഞ്ഞുകൊണ്ടിരുന്ന ആ ന്യായവിധിയിൽ നിന്ന് ഒരു ആന്തരികമായ മാറ്റത്തിന്റെ, ഒരു പരിവർത്തനത്തിന്റെ വാഗ്ദാനത്തിലേക്ക് കഥ മാറുന്നു. ഇവിടെയാണ് വളരെ പ്രധാനപ്പെട്ട ഒരു മാറ്റം വരുന്നത്. അതുവരെ നിലനിന്നിരുന്ന, അതായത് അപ്പനപ്പൂപ്പന്മാർ ചെയ്ത പാപങ്ങൾക്ക് തലമുറകൾ ശിക്ഷിക്കപ്പെടും എന്ന ആ ഒരു ചിന്തയെ യെഹെസ്കേൽ തിരുത്തുകയാണ്. അദ്ദേഹം വ്യക്തമായി പറയുന്നു, ഓരോ വ്യക്തിയും അവരവരുടെ പ്രവൃത്തികൾക്ക് മാത്രമാണ് ഉത്തരവാദി. അപ്പോൾ ഈ പുസ്തകത്തിന്റെ കാതലായ വാഗ്ദാനം എന്താണെന്ന് വെച്ചാൽ ഇതാണ്: ദൈവം ജനങ്ങളെ പുറമേ നിന്ന് രക്ഷിക്കുക മാത്രമല്ല ചെയ്യുന്നത്, പകരം അവരുടെ ഉള്ളിലുള്ള ആ കല്ലുകൊണ്ടുള്ള ഹൃദയം, ആ ധാർഷ്ട്യമൊക്കെ മാറ്റിയിട്ട് പകരം സ്നേഹിക്കാനും അനുസരിക്കാനും കഴിയുന്ന മാംസം കൊണ്ടുള്ള ഒരു പുതിയ ഹൃദയം നൽകും. അതായത് ഒരു സമ്പൂർണ്ണ ആന്തരിക പരിവർത്തനം. അതുകൊണ്ട് ജനങ്ങളോടുള്ള ആഹ്വാനം ഇതാണ്: നിങ്ങളുടെ തെറ്റുകളൊക്കെ ഉപേക്ഷിച്ച് ഒരു പുതിയ ഹൃദയവും പുതിയ ആത്മാവും നേടുക. എന്നാൽ അതിലൊരു പ്രധാന കാര്യം, ഈ മാറ്റം മനുഷ്യന്റെ മാത്രമൊരു ശ്രമമല്ല, അതിന് ദൈവീകമായ സഹായവും ഉണ്ടാകുമെന്ന് വാഗ്ദാനം ചെയ്യുന്നുണ്ട്. ഇനി നമ്മൾ പോകുന്നത് ഈ പുസ്തകത്തിലെ ഏറ്റവും പ്രശസ്തമായ ഒരു സിനിമ കാണുന്നത് പോലെയുള്ള ഒരു ദർശനത്തിലേക്കാണ്. ഒരു രാഷ്ട്രം ഒന്നടങ്കം പുനർജനിക്കുന്നതിൻ്റെ വളരെ ശക്തമായ ഒരു രൂപകമാണത്. ദൈവം യെഹെസ്കേലിനെ ഒരു താഴ്വരയിലേക്ക് കൊണ്ടുപോകുന്നു. അവിടെ എങ്ങും നിറയെ ഉണങ്ങി വരണ്ട മനുഷ്യരുടെ അസ്ഥികളാണ്.
ഈ കാഴ്ച ശരിക്കും പ്രവാസത്തിൽ കഴിയുന്ന എല്ലാ പ്രതീക്ഷയും നഷ്ടപ്പെട്ട ഇസ്രായേൽ എന്ന രാഷ്ട്രത്തിന്റെ അവസ്ഥയാണ് കാണിക്കുന്നത്. ഒരു പൂർണ്ണമായ മരണം, കടുത്ത നിരാശ. ആ മരണത്തിന്റെ താഴ്വരയിൽ വെച്ച് ദൈവം യെഹെസ്കേലിനോട് നമുക്ക് കേൾക്കുമ്പോൾ അസാധ്യമെന്ന് തോന്നുന്നൊരു ചോദ്യം ചോദിക്കുകയാണ്. മനുഷ്യപുത്ര, ഈ അസ്ഥികൾക്ക് വീണ്ടും ജീവൻ വയ്ക്കുമെന്ന് നീ കരുതുന്നുണ്ടോ? അപ്പോ ദൈവത്തിന്റെ കൽപ്പനയനുസരിച്ച് യെഹെസ്കേൽ പ്രവചിക്കാൻ തുടങ്ങുന്നു. ഉടനെ അവിശ്വസനീയമായ കാര്യങ്ങളാണ് സംഭവിക്കുന്നത്. ആദ്യം ആ താഴ്വരയിൽ ഒരു വലിയ ശബ്ദം കേൾക്കുന്നു. പിന്നെ എല്ലുകളെല്ലാം പരസ്പരം കൂടിച്ചേരാൻ തുടങ്ങുന്നു. അതിനു മുകളിൽ ഞരമ്പുകളും മാംസവും വരുന്നു. തൊലികൊണ്ട് പൊതിയുന്നു. ഒടുവിൽ ദൈവത്തിന്റെ ജീവശ്വാസം അവരിലേക്ക് പ്രവേശിക്കുമ്പോൾ അവരെല്ലാം ജീവനോടെ എഴുന്നേറ്റ് നിൽക്കുകയാണ്, ഒരു വലിയ സൈന്യം പോലെ. യഥാർത്ഥത്തിൽ ഈ ദർശനം ഞങ്ങളുടെ പ്രതീക്ഷയെല്ലാം പോയി, ഞങ്ങളുടെ അസ്ഥികൾ ഉണങ്ങിപ്പോയി എന്ന് വിലപിക്കുന്ന പ്രവാസികൾക്കുള്ള ദൈവത്തിന്റെ നേരിട്ടുള്ളൊരു മറുപടിയായിരുന്നു. മരിച്ചുപോയെന്ന് നിങ്ങൾ കരുതുന്ന ഈ രാഷ്ട്രത്തെ എനിക്ക് പുനരുജ്ജീവിപ്പിക്കാൻ കഴിയും, ഞാനത് ചെയ്യും എന്നൊരു ശക്തമായ വാഗ്ദാനമായിരുന്നു അത്. ശരി, ഇനി നമ്മൾ ഈ പുസ്തകത്തിന്റെ അവസാന ഭാഗത്തേക്ക് വരികയാണ്. ഇനി എങ്ങോട്ട് ഭൂതകാലത്തെക്കുറിച്ചോ ന്യായവിധിയെക്കുറിച്ചോ അല്ല സംസാരം, മറിച്ച് എല്ലാം പുനഃസ്ഥാപിക്കപ്പെട്ട ഒരു ഭാവിയെക്കുറിച്ചുള്ള വളരെ വിശദമായ, പ്രതീക്ഷ നൽകുന്ന ഒരു ദർശനമാണ് യെഹെസ്കേൽ കാണുന്നത്. യെഹെസ്കേലിനൊരു പുതിയ, ഗംഭീരമായ ഒരു ദേവാലയത്തിന്റെ ദർശനമാണ് കിട്ടുന്നത്. അതിന്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്താണെന്നാൽ അതിന്റെ അടിത്തറയിൽ നിന്നൊരു ചെറിയ അരുവി ഒഴുകിത്തുടങ്ങുന്നു. എന്നാൽ ആ അരുവി പുറത്തേക്കൊഴുകുന്തോറും വലുതായി ജീവൻ നൽകുന്ന ഒരു വലിയ നദിയായി മാറുകയാണ്. ഈ നദി ഒഴുകിയെത്തുന്നിടത്തെല്ലാം അത്ഭുതമാണ് സംഭവിക്കുന്നത്. അത് മരുഭൂമിയെയും ജീവനില്ലാത്ത ചാവുകടലിനെയും ഒക്കെ സുഖപ്പെടുത്തുന്നു. അതിന്റെ തീരത്ത് മരങ്ങൾ നിറയെ ഫലങ്ങൾ നൽകുന്നു, വെള്ളത്തിൽ മത്സ്യങ്ങൾ പെരുകുന്നു. ഇത് യഥാർത്ഥത്തിൽ സൃഷ്ടിയുടെ തന്നെ ഒരു സമ്പൂർണ്ണ നവീകരണത്തെയാണ് സൂചിപ്പിക്കുന്നത്. അപ്പോ ഈ പുസ്തകം അവസാനിക്കുന്നത് ഒരു വലിയ കോലാഹലത്തോടെയൊന്നുമല്ല, പകരം വളരെ ചിട്ടയായ ഒരു ബ്ലൂപ്രിന്റ് പോലെയുള്ള ഒരു ദർശനത്തോടെയാണ്. നിരാശയിൽ നിന്ന് എങ്ങനെ മുന്നോട്ടു പോകാം എന്നതിനൊരു വ്യക്തമായ വഴി അത് കാണിച്ചു കൊടുക്കുന്നു. ദൈവത്തെ കേന്ദ്രീകരിച്ചുള്ള ഒരു പുതിയ ഭാവി തീർച്ചയായും സാധ്യമാണ് എന്ന് ആ ജനതയ്ക്ക് ഉറപ്പു നൽകുന്നു. അപ്പോ ആകാശത്തിലെ വിചിത്രമായ ചക്രങ്ങൾ മുതൽ ജീവൻ വെച്ചുന്ന അസ്ഥികൾ വരെ യെഹെസ്കേലിന്റെ പുസ്തകം നമ്മളെ ഒരു അത്ഭുത ലോകത്തിലൂടെയാണ് കൊണ്ടുപോയത്, അല്ലേ? പക്ഷേ അതിന്റെ എല്ലാം കാതൽ വളരെ വ്യക്തമാണ്. എത്ര വലിയ നാശം സംഭവിച്ചാലും അതിൽ നിന്നൊരു പുതിയ ഭാവി സ്വപ്നം കാണാൻ കഴിയും. വ്യക്തിപരമായ ഉത്തരവാദിത്വവും ദൈവികമായ വാഗ്ദാനങ്ങളും ചേരുമ്പോൾ ചാരത്തിൽ നിന്നും പ്രത്യാശ കെട്ടിപ്പടുക്കാൻ സാധിക്കുമെന്ന വലിയ സന്ദേശമാണ് യെഹെസ്കേൽ നൽകുന്നത്.